മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുരുക്കുകൾ അഴിയുന്നത് പോലെയായിരുന്നു മാതാവ് എൻ്റെ തടസ്സങ്ങളൊക്കെ മാറ്റി തന്നിരുന്നത്. IELTSന്റെ റിസൾട്ട് വരാനൊക്കെ ഒരുപാട് ലാഗ് ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അതിനുശേഷം ഞാൻ ഓർക്കാതിരുന്ന സമയത്ത് തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സ്കോർ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. അങ്ങനെ UK-ലെ ടോപ്പ് 25 യൂണിവേഴ്സിറ്റിയിൽ തന്നെ മാതാവ് എനിക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ UK-ൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ എത്തി. UK-ൽ എത്തിക്കഴിഞ്ഞ് ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായി ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനം KFC ആയിരുന്നു. ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ എനിക്ക് ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നീട് ഭയങ്കരമായിട്ട് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ തുടങ്ങി, ഒരുപാട് മെന്റൽ ടോർച്ചർ തുടങ്ങി. അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോഴാണ് ഞാൻ മറ്റൊരു ജോലി അന്വേഷിക്കുന്നത്. ഞാൻ എത്ര അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ഉടമ്പടി എടുക്ക്, പ്രാർത്ഥിക്ക്, അപ്പം നിയോഗങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാതാവ് ഉറപ്പായിട്ടും സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. മാർച്ച് 22-ാം തീയതി 2024 ഞാൻ എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എന്താണ് ഉടമ്പടി എന്ന് ഞാൻ വ്യക്തമായി അച്ഛൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, മനസ്സിലാക്കി എങ്ങനെയാണ് ഉടമ്പടി നടക്കുന്നത്, എന്തെല്ലാം നമ്മൾ ചെയ്യണം, എങ്ങനെയായിരിക്കും നമ്മൾ ഉടമ്പടി ജീവിതം ജീവിക്കേണ്ടതെന്നല്ല ഞാൻ വ്യക്തമായി മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വിത്തിൻ 2 വീക്സ് തന്നെ എനിക്ക് മറ്റൊരു സ്ഥലത്തോട്ട് എനിക്ക് പുതിയൊരു പാർട്ട് ടൈം ജോലി റെഡിയായി. അത് ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലോട്ട് തന്നെയാണ് എനിക്ക് പിന്നെ പാർട്ട് ടൈം ശരിയായത്. ഞാൻ മാതാവിനെ ഒരുപാട് നന്ദി പറഞ്ഞ് ഞാൻ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ നിയോഗം വരെ ഞാൻ UK-ൽ ചെന്ന് MSc അപ്ലൈഡ് ഡെവലപ്മെന്റൽ സൈക്കോളജി, അതായത് ഓട്ടിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അങ്ങനെയുള്ള കുട്ടികളെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന ഒരു സൈക്കോളജി ആയിരുന്നത്. അപ്പം അതിലാണ് ഞാൻ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി UK-ൽ ചെന്നത്. അപ്പോൾ അതിലൊരു മൊഡ്യൂളാണ് പ്ലേസ്മെന്റ് മൊഡ്യൂളുണ്ട്. അപ്പം എൻ്റെ ക്ലാസ്സിൽ ഏകദേശം 60 കുട്ടികളുണ്ട്. 60 കുട്ടിയിൽ ഞാൻ മാത്രം മലയാളം സംസാരിക്കുന്ന ഇന്ത്യക്കാരനായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇംഗ്ലീഷുകാർ, അവിടെ ജനിച്ച് വളർന്നവർ. അപ്പോൾ ഒരു പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ രീതി നമ്മൾ ആപ്ലിക്കേഷൻ വെക്കണം. ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആപ്ലിക്കേഷൻ, അത് പ്ലേസ്മെന്റ്, അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്ലേസ്മെന്റ് എടുക്കുന്നത്, നമ്മൾ ഈ പ്ലേസ്മെന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ സെന്റ് ജോൺ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ഞാൻ 1 കൊല്ലം അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഒരു സ്കൂളായിരുന്നു. അപ്പം അവിടെ വെച്ച് മുതലാണ് എനിക്ക് ഓട്ടിസം അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ജീവിക്കണം, അവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ ചിന്തയിലോട്ട് വന്നതും. അങ്ങനെ UK-ൽ ഞാൻ പ്ലേസ്മെന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പ്ലേസ്മെന്റിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരവ് എഴുതി. ഞാൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം സമർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പ്ലേസ്മെന്റിന് വെച്ചത്. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആഗ്രഹിച്ച ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ തന്നെ ഓട്ടിസം കുട്ടികളുടെ പേരൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റിസർച്ചിന്റെ ഭാഗമാകാൻ എനിക്ക് പറ്റി.